റമദാനിന്റെ ആദ്യത്തെ രാത്രി 3 കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ലൈലത്തുൽ ഖദ്ർ നമുക്ക് കിട്ടും. ഒന്നാണ് കൻജു നജാഹി വസ്സുറൂർ എന്ന കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസായിട്ടാണ് പറയുന്നത്, സൂറത്തുൽ ഫത്ഹ് റമദാൻ മാസത്തിന്റെ ആദ്യത്തെ രാത്രിയിൽ മനുഷ്യൻ ഓതിയാൽ 1 വർഷക്കാലം അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള, അപകടങ്ങളെ തൊട്ടുള്ള, മോശം മരണത്തെ തൊട്ടുള്ള, ദാരിദ്ര്യത്തെ തൊട്ടുള്ള, കാപഢ്യം വരുന്നതിനെ തൊട്ടുള്ള, എല്ലാ തരത്തിലുള്ള ആപത്ത് മുസീബത്തിനെ തൊട്ടുള്ള കാവൽ അല്ലാഹു അവനിക്ക് കൊടുക്കും. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഓതണം സൂറത്തുൽ മുൽക്കും കൂടി ഓതിയാൽ അൽഹംദുലില്ലാഹ് ഈ റമദാൻ നമുക്ക് വളരെ റാഹത്തായിരിക്കും. രണ്ടാമത്തെ കാര്യം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസായി വന്നിട്ടുണ്ട്, റമദാനിന്റെ ആദ്യത്തെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിലോകത്തേക്ക് അവന്റെ അടിമകളിലേക്ക് റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കുന്നതാണ്, കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നതാണ്. അല്ലാഹുവിന്റെ നോട്ടം കിട്ടിയാൽ പിന്നെ ശിക്ഷയുണ്ടാവില്ല. അതിനാൽ ആദ്യത്തെ രാവിൽ, റമദാനിന്റെ ആദ്യത്തെ രാവ് പലപ്പോഴും അശ്രദ്ധമായി പോകും. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടുന്നതാർക്കാണ്? കൃത്യമായി നിസ്കരിക്കുന്നവർക്കാണ്, ഇബാദത്ത് ചെയ്യുന്നവർക്കാണ്, മനസ്സിൽ പിണക്കമില്ലാത്തവർക്കാണ്, വഴക്ക് കൂടാത്തവർക്കാണ്. ഒരു കാര്യം, ലൈലത്തുൽ ഖദ്ർ 27-ാം രാവിലാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, ചില സൂചനകളേ ഉള്ളൂ. ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾ റമദാനിന്റെ 1 മുതൽ 30 വരെ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. എത്ര കണ്ടാൽ നമ്മളൊരു ദുആ പറയും, അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർള റബ്ബുനാ വറബ്ബുകല്ലാ എന്നുള്ള ദുആ. അത് പല രൂപത്തിലും വന്നിട്ടുണ്ട്. ആ ദുആ പല വാക്കുകളും ചേർത്തും കുറച്ചുമൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല.